വിലക്കപ്പെട്ട പ്രണയം ഭാഗം 41. ഞാൻ ഡിഗ്രി പഠിച്ചത് എറണാകുളത്ത് തന്നെയുള്ള ഒരു കോളേജിലായിരുന്നു. അവിടെ സ്കൂളും കോളേജും ഒക്കെ ഒരുമിച്ചുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ പവിത്രയെ കാണുന്നത്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവൾ 9ൽ പഠിക്കുമായിരുന്നു. പക്ഷേ അവൾ അത്രയും ചെറുതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം അവിടെ സ്കൂളിൽ എല്ലാ കുട്ടികൾക്കും ഒരേപോലത്തെ യൂണിഫോമാണ്. അപ്പോൾ ഞാൻ കരുതി അവൾ വല്ല +1 അല്ലെങ്കിൽ +2 പഠിക്കുമായിരിക്കുമെന്ന്. ആദ്യം കണ്ടപ്പോൾ തന്നെ എന്തുകൊണ്ടോ എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് തുറന്നു പറയാനുള്ള ധൈര്യമൊന്നും എനിക്കില്ലായിരുന്നു. പിന്നീട് കുറേ നാൾ കഴിഞ്ഞാണ് ഞാൻ അവളോട് എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞത്. ആദ്യം എതിർത്തു, പക്ഷേ പിന്നീട് അവളും തിരിച്ച് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഞങ്ങളുടെ പ്രണയം തുടങ്ങുമായിരുന്നു. ഞാൻ ഡിഗ്രി ആദ്യ വർഷമായിരുന്നു. മമ്മി മരിച്ച് അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവറായി വരുന്ന സമയമായിരുന്നു പപ്പ മരിച്ചത്. ശരിക്കു പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുള്ള ഒരു നാളുകളായിരുന്നു അത്. ശരിക്കു പറഞ്ഞാൽ ഡിപ്രഷനിലേക്ക് ഞാൻ പോയിരുന്നു ആ സമയത്ത് പ്രത്യേകിച്ച് കൂട്ടുകെട്ടൊന്നുമില്ലാത്ത എനിക്ക് പവി ശരിക്കും ഒരു ആശ്വാസം തന്നെയായിരുന്നു. എനിക്ക് എന്തുണ്ടെങ്കിലും മടിയൊന്നും കൂടാതെ ഷെയർ ചെയ്യാം, എന്നെ കേൾക്കാനൊരാൾ, അങ്ങനെയൊക്കെ ആയിരുന്നു എനിക്കവൾ. എനിക്ക് എറണാകുളത്ത് നിന്ന് ഇവിടെ വരെ വന്ന് പഠിക്കുക എന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ തന്നെയുള്ളൊരു ഹോസ്റ്റലിൽ നിന്നായിരുന്നു ഞാൻ വന്നിരുന്നത്. ആഴ്ചയിൽ വീട്ടിലേക്ക് വരും, അങ്ങനെയായിരുന്നു. അങ്ങനെ മുത്തശ്ശിയൊക്കെ ആയിട്ട് വലിയ അടുപ്പമൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ ബന്ധുക്കളെക്കുറിച്ചൊന്നും വലിയ ധാരണയുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ കോളേജിൽ നിന്ന് ലീവ് കിട്ടി വന്നപ്പോഴാണ് ഇവിടെ മുത്തശ്ശിയുടെ അനിയത്തിയും മകളും ഒക്കെ വന്നിട്ടുണ്ട് എന്ന കാര്യം ഞാൻ അറിയുന്നത്. പലപ്പോഴും ഇവിടെയൊക്കെ വെച്ച് അവരെ കണ്ടിട്ടുണ്ട്, ചെറിയ രീതിയിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. അതൊന്നും അല്ലാതെ അതിനപ്പുറത്തേക്ക് എനിക്ക് അവരുമായിട്ട് യാതൊരു അടുപ്പവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരിവിടെ നിൽക്കാൻ വന്ന അവസരത്തിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. ഞാനും മുത്തശ്ശിയും മാത്രം ഉണ്ടായിരുന്നൊരു സ്ഥലത്ത് പെട്ടെന്ന് പുറത്തുനിന്ന് ഒരാൾ വന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും ഒട്ടും അക്സെപ്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല അത്. അതുകൊണ്ട് അപ്പം മുതൽ എനിക്കിവരെ രണ്ടുപേരെയും കാണുന്നത് തന്നെ ഇഷ്ടമല്ലായിരുന്നു. ആ ഒരു സമയത്ത് മുതൽ തന്നെ ചെറിയ മമ്മി എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലും എന്നെ കുറ്റം പറയുന്ന രീതിയിലും ഒക്കെ ഒരുപാട് സംസാരിക്കുമായിരുന്നു. അന്നേരം ഞാൻ അധികം കാര്യമാക്കാറില്ല. കാരണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി നമ്മൾ അങ്ങനെ ആവണമെന്നില്ലല്ലോ എന്നായിരുന്നു എൻ്റെ അന്നേരത്തെ ചിന്ത. അങ്ങനെ എനിക്ക് അന്ന് ഏകദേശം ഒരാഴ്ച ലീവ് ഉണ്ടായിരുന്നു. നാട്ടിലേക്ക് വന്നപ്പോൾ പവിത്രയെ കാണാനൊന്നും പറ്റാത്തത് കൊണ്ട് എനിക്കാകെ വിഷമമായിരുന്നു. അന്നേരം ഈ ഫോണൊന്നും ഇല്ലായിരുന്നല്ലോ, നമുക്കൊരു വിധത്തിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. വളരെ വിഷമം പോലെ എബി പറയുന്നത് കേട്ടതും പെട്ടെന്ന് ആമിക്ക് ചിരിയാണ് വന്നത്. കാരണം അത്രയും സീരിയസ് ആയിട്ടിരുന്നാണ് അവൻ ഓരോ കാര്യങ്ങളും പറയുന്നത്. അവൻ്റെ മുഖഭാവവും മറ്റുമൊക്കെ കണ്ടിട്ട് ആമി പെട്ടെന്ന് ചിരിച്ചു പോയി. ഇത്രയും ഗൗരവത്തോടെയുള്ള ഒരു കാര്യം പറയുന്നതിനിടയ്ക്ക് ആമി ചിരിക്കുന്നത് കണ്ടതും എബി സംസാരം നിർത്തി അവളെ ഒന്ന് നോക്കി. എന്താ ചിരിക്കുന്നത്? അവൻ അവളോട് ഗൗരവത്തോടെ തന്നെ ചോദിച്ചു. ഏയ്, ഞാൻ തൻ്റെ ഈ മുഖഭാവമൊക്കെ കണ്ട് ചിരിച്ചു പോയതാണ്. ആമി ചുണ്ടിന് മുകളിൽ കൈവച്ച് വീണ്ടും ചിരി കടിച്ചു പിടിച്ചു. തനിക്കിതൊക്കെ കേട്ടിട്ട് ചിരിയാണോ വരുന്നത്? എബി ഗൗരവത്തിൽ ചോദിച്ചു. അയ്യോ, അങ്ങനെയല്ല, ഞാൻ കളിയാക്കിയതല്ല. ഈ നിരാശാകാമുകൻ്റെ ലുക്ക് തനിക്ക് അങ്ങോട്ട് ചേരുന്നില്ല, അതുകൊണ്ട് ചിരിച്ചു പോയതാണ്. ആമി പറഞ്ഞതും എബി അവളുടെ തലയിലൊന്ന് കൊട്ടി. ആ ആമി അങ്ങനെ ചെയ്തതും വേദനയോടെ ശബ്ദമുണ്ടാക്കി. ഞാൻ പറയുന്നത് കേൾക്ക്, അല്ലാതെ തോക്കി കയറി വെടിവെക്കല്ലേ. എബി ഗൗരവത്തോടെ പറഞ്ഞതും ആമി ചിരിക്കാതെ അതിന് തലയാട്ടി. ഇവിടെ വരുമ്പോൾ അനീറ്റ ഏകദേശം 8ലോ മറ്റോ പഠിക്കുവാണ്. എനിക്ക് അവളെയും ഇഷ്ടമല്ലായിരുന്നു, അവളുടെ അമ്മയെയും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ രണ്ടുപേരെയും മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെ പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഇവരിവിടെ വന്ന് നിൽക്കുന്നതും പോകുന്നതുമൊക്കെ ഒരു പതിവായി. എനിക്കാണെങ്കിൽ അതൊരു ശല്യവുമായി. ഞാനങ്ങനെ ഇവരായിട്ട് അധികം സംസാരിക്കാറൊന്നുമില്ല. അതിന് താല്പര്യമില്ലെന്ന് പറയുന്നതാകും ശരി. കാരണം ചെറിയ മമ്മി എന്ത് കാര്യം പറഞ്ഞാലും ഒടുക്കം അതിലെൻ്റെ കുറ്റം കണ്ടുപിടിച്ചിട്ടായിരിക്കും അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ എൻ്റെ മമ്മിയുടെ കുറ്റം. അതുകൊണ്ട് ആദ്യം മുതലേ എനിക്ക് ഇവരോട് സംസാരിക്കുന്നത് അത്ര താല്പര്യമുള്ള കാര്യമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം സംസാരിക്കാതിരുന്നത്. പക്ഷേ ഇവർ ഞാൻ സംസാരിക്കാതിരിക്കുമ്പോൾ അതിന് പറയുന്നത് എൻ്റെ അഹങ്കാരം കാരണമാണ്, ഞാൻ ധിക്കാരിയാണ്, അങ്ങനെയൊക്കെയാണ് എന്നൊക്കെയാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവരെ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ നിന്ന് സെക്കൻഡ് ഇയർ ആയി. അതുപോലെ എൻ്റെയും പവിത്രയുടെയും പ്രണയവും വളർന്നു. ഞാൻ സെക്കൻഡ് ഇയറിൽ നിന്ന് തേർഡ് ഇയറിലേക്ക് ആയപ്പോഴേക്കും പവിത്ര അതേ സ്കൂളിൽ തന്നെ +1 ചേർന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഒരു ദിവസം ഞാൻ ഇവിടെ ലീവിന് വന്നപ്പോൾ ഇവിടെ ചെറിയ മമ്മിയും അനുവും ഉണ്ടായിരുന്നു. ഞാൻ അവരോട് സാധാരണ രീതിയിൽ സംസാരിക്കാറുള്ളത് പോലെ തന്നെ ഫോർമലായിട്ട് 1-2 കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ നിന്നു. ഇവിടെ അടുത്ത് തന്നെ ഒരു ടർഫുണ്ട്. വൈകുന്നേര സമയങ്ങളിൽ ഞാൻ അവിടെ കളിക്കാൻ പോകാറുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും പോയി ഒരു ദിവസം തിരികെ വന്നപ്പോൾ എൻ്റെ മുറിയിൽ ആരോ ഞാനറിയാതെ കയറിയിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി. മുത്തശ്ശി അല്ലെന്ന് മനസ്സിലായി. പിന്നെ ആരാണെന്ന് ആലോചിച്ചപ്പോൾ തന്നെ എനിക്ക് അനീറ്റയുടെ മുഖമാണ് മനസ്സിലേക്ക് വന്നത്. പക്ഷേ അവളോടത് തുറന്നു ചോദിക്കാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടായില്ലെന്ന് പറയാം. കാരണം ഇനി അവളല്ല കയറിയതെങ്കിലോ, അതുകൊണ്ട് ചോദിച്ചില്ല. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവളെ എൻ്റെ മുറിയിൽ നിന്ന് തന്നെ കൈയോടെ പൊക്കി.
അപ്പോൾ മനസ്സിലായി അവൾ തന്നെയായിരുന്നു എൻ്റെ മുറിയിൽ കയറിയിരുന്നതെന്ന്. ചോദിച്ചപ്പോൾ പറഞ്ഞത് അവൾക്ക് എന്നോട് പ്രണയമാണത്രേ. ചെറിയ പ്രായത്തിൽ തോന്നിയ ഒരു ചാബല്യം. അന്നേരം ഞാൻ അത്ര മാത്രമേ കരുതിയുള്ളൂ. അപ്പോൾ തന്നെ അത് പറഞ്ഞ് ഞാൻ വിലക്കിയതുമാണ്. കാരണം അവളെ ഞാൻ എൻ്റെ സ്വന്തം സഹോദരിയെ പോലെയേ കണ്ടിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് എനിക്ക് അവളോട് യാതൊരു തരത്തിലുള്ള സ്നേഹമോ ഇഷ്ടമോ തോന്നിയിട്ടില്ല. അത് ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. പലപ്പോഴും അവളുടെ നോട്ടങ്ങളിൽ നിന്നും എന്നോടുള്ള പെരുമാറ്റത്തിൽ നിന്നുമൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്കിലും എൻ്റെ വെറുമൊരു തോന്നലായിട്ടാണ് ഞാൻ അന്നേരം കണക്കാക്കിയിരുന്നത്. പക്ഷേ അവളുടെ നാവിൽ നിന്ന് തന്നെ ഈ ഒരു സത്യം അറിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞെട്ടലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും തിരികെ വീട്ടിലേക്ക് തന്നെ പോയി. ഇക്കാര്യം ഞാൻ ആരോടും പറയാനും നിന്നില്ല. ദിവസങ്ങൾ പിന്നെയും നീങ്ങിക്കൊണ്ടിരുന്നു, എൻ്റെ പ്രണയവുമായിട്ട് ഞാനും. ഇത്രയും വർഷങ്ങൾ കൊണ്ട് തന്നെ എനിക്കും പവിത്രയ്ക്കും നല്ല രീതിയിലുള്ള ഒരു ആത്മബന്ധവും പ്രണയവും അത്രയും ശക്തമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവളെ അത്രമാത്രം സ്നേഹിച്ചു പോയിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ അവളില്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല എന്നൊരവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിന്നു. അങ്ങനെ ഞാൻ ഡിഗ്രി കഴിഞ്ഞു. PG ചെയ്യാൻ പുറത്തേക്ക് പോകാൻ നിൽക്കുമായിരുന്നു. പക്ഷേ അതിനിനിയും സമയമെടുക്കും. ആ ഇടയ്ക്ക് അനീറ്റ വീണ്ടും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിരുന്നു. ഞാൻ വലിയ രീതിയിൽ മൈൻഡൊന്നും ചെയ്യാൻ പോയില്ല. പക്ഷേ അവൾ എന്നോട് വന്ന് ചോദിച്ചു, എനിക്ക് പവിത്ര എന്ന് പറയുന്ന പെൺകുട്ടിയായിട്ട് പ്രണയമാണോ എന്നൊക്കെ. അവളിതെങ്ങനെ അറിഞ്ഞു എന്ന ചിന്തയിൽ നിൽക്കുന്ന ഞാൻ പെട്ടെന്ന് മറുപടിയൊന്നും പറയാതെ നിന്നുപോയി. പിന്നീട് അവൾ വീണ്ടും ചോദിച്ചപ്പോൾ ഞാൻ അതേ എന്ന് പറഞ്ഞു. പക്ഷേ അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എന്നെ പുച്ഛിക്കുകയാണ് ചെയ്തത്. അന്ന് അവൾ പവിത്രയെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അവൾ എന്നെ കൂടാതെ ഒരുപാട് ആൺകുട്ടികളെ സ്നേഹിക്കുന്നുണ്ടെന്നും അവൾ അത്ര ശരിയല്ല എന്നൊക്കെയാണ് എന്നോട് അവൾ പറഞ്ഞത്. പക്ഷേ ഞാനതൊന്നും വിശ്വസിച്ചില്ല. ഞങ്ങളുടെ പ്രണയം തകർക്കാനായിട്ട് അവൾ പറയുന്ന നാടകമാണിതെല്ലാം എന്നൊക്കെയാണ് ഞാൻ അന്നേരം കരുതിയിരുന്നത്. അവൾ എന്നോട് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞതിലും വഴക്ക് പറഞ്ഞതിലും ഒക്കെ കൂടുതലായിട്ട് ഞാൻ അന്ന് അവളെ വഴക്ക് പറയുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്തു. ഒരു നിമിഷം കൂടി വൈകിപ്പോയിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ പിടിവിട്ട് ഞാൻ അവളെ തല്ലിപ്പോയേനെ. പക്ഷേ അവളുടെ കൈകളിൽ തെളിവുകളുണ്ടായിരുന്നു. പവിത്ര പലർക്കും അയച്ചിരിക്കുന്ന മെസ്സേജുകളും പല ആൺകുട്ടികളുമായി ചേർന്ന് നിൽക്കുന്ന ഫോട്ടോകളും ഒക്കെ അവൾ എനിക്ക് കാണിച്ചു തന്നിരുന്നു. അത് കണ്ടിട്ട് പോലും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞ് അകറ്റി നിർത്തുകയാണ് ചെയ്തത്. കാരണം അപ്പോഴൊക്കെയും അനുവിന് എന്നോട് പ്രണയം തന്നെയായിരുന്നു. ആ കാരണം കൊണ്ടുള്ള ദേഷ്യവും അവൾ പവിത്രയെക്കുറിച്ച് പറഞ്ഞത് കൊണ്ടുള്ള ദേഷ്യവും ഒക്കെ എനിക്ക് അവളോടുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ എനിക്ക് അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നതുപോലെയായി. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ അനീറ്റ തന്നെയായിരുന്നു ശരി എന്നെനിക്ക് മനസ്സിലാകാൻ തുടങ്ങിയിരുന്നു. അവിടെ പഠിക്കുമ്പോൾ ഞാൻ കോളേജിലായിരുന്നത് കൊണ്ട് തന്നെ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഞാനങ്ങനെ അറിയാറില്ലായിരുന്നു. മാത്രമല്ല ഞാൻ അത്ര വലിയ ഫേമസ് ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ എന്നെയും അധികം ആരും അറിയില്ലായിരുന്നു. എങ്ങനെയോ ഒരു അബദ്ധത്തിൽ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെൺകുട്ടി, എൻ്റെ ആദ്യ പ്രണയം. അങ്ങനെയായിരുന്നു എനിക്ക് പവിത്ര. കോളേജ് കഴിഞ്ഞ് വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ ഞാൻ നല്ല രീതിയിൽ തിരക്കിൽപ്പെട്ട് പോയിരുന്നു. ആ സമയത്ത് എനിക്ക് പവിത്രയെ വിളിക്കാനോ സംസാരിക്കാനോ ഒന്നിനും സമയമില്ലായിരുന്നു. അത്രയും തിരക്കായി പോയതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അവളെ വിളിച്ചേനെ. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സമയങ്ങളിൽ അവൾ എന്നെ ഒന്ന് കാണാനോ എന്നോട് സംസാരിക്കാനോ ഉള്ള താല്പര്യം പോലും കാണിച്ചിരുന്നില്ല എന്നതാണ്. അവിടെ മുതലാണ് എനിക്ക് സംശയം തോന്നി തുടങ്ങിയത്. പിന്നീട് ഞാൻ എല്ലാ കാര്യങ്ങളും ഒന്ന് തിരുത്തി ആലോചിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഞാനായിരുന്നു മുന്നിട്ടിറങ്ങിയത്. അവളെ കാണാനാണെങ്കിലും സംസാരിക്കാനാണെങ്കിലും ഒക്കെ ഞാൻ തന്നെയായിരുന്നു മുൻകൈ എടുത്തിരുന്നത്. അവളായിട്ട് ഇതുവരെ എന്നെ കാണാനോ സംസാരിക്കാനോ മുതിർന്നിട്ടില്ല. ഇന്ന് വരെയുള്ള ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ പ്രണയത്തിൻ്റെ ആദ്യ നാളുകളിൽ ഉണ്ടായിരുന്ന യാതൊരു താല്പര്യവും അവളുടെ സംസാരത്തിലോ പെരുമാറ്റത്തിലോ പിന്നീട് ഉണ്ടായിട്ടില്ല എന്ന കാര്യവും എനിക്ക് മനസ്സിലായി. അവളുടെ അപ്പോഴുള്ള പെരുമാറ്റവും അനീറ്റ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ കൂടി വായിച്ചപ്പോൾ എനിക്ക് എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ തോന്നി തുടങ്ങി. ശരിക്കു പറഞ്ഞാൽ അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ട്രോമ. അപ്പൻ്റെയും അമ്മയുടെയും മരണം, അത് കഴിഞ്ഞുണ്ടായിരുന്ന ഭയാനകമായ അവസ്ഥ, അതിൽ നിന്നൊന്ന് കരകയറി വന്ന സമയത്തായിരുന്നു ഇത് സംഭവിച്ചത്. അത് പറഞ്ഞതും എബി മുഖം കയ്യിലേക്കൊന്ന് അമർത്തി. അതിൽ നിന്ന് തന്നെ അവൻ ഈ കാര്യങ്ങളൊന്നും ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് അമ്മയ്ക്ക് മനസ്സിലായി. കോളേജിൽ നിന്ന് TC വാങ്ങാൻ പോയ സമയത്ത് എല്ലാം അവളോട് പറഞ്ഞു തീർത്തിട്ടാണ് ഞാൻ തിരികെ വന്നത്. ആ സമയത്തുള്ള അവളുടെ പെരുമാറ്റം കണ്ടപ്പോൾ ശരിക്കും ഞാൻ പോലും ഞെട്ടിപ്പോവുമായിരുന്നു. കാരണം ഇത്രയും നാൾ ഞാൻ സംസാരിച്ച പവിത്ര ആയിരുന്നില്ല അന്നേരം അവിടെ ഉണ്ടായിരുന്നത്. അവളുടെ ഈ തരത്തിലുള്ള സ്വഭാവമൊക്കെ ഞാൻ അറിഞ്ഞു എന്നതിലുള്ള ഒരു ഭാവവ്യത്യാസവും അവളിലുണ്ടായിരുന്നില്ല. കേവലം ഒരു ശല്യം ഒഴിഞ്ഞു പോകുന്ന രീതിയിലായിരുന്നു അവൾ എന്നോടന്ന് പെരുമാറിയത്. ആ സമയത്ത് എനിക്ക് ദേഷ്യത്തേക്കാൾ ഉപരി സങ്കടമായിരുന്നു വന്നത്. എങ്കിലും അവളോട് ദേഷ്യപ്പെട്ട് തന്നെയാണ് ഞാൻ തിരികെ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിലും വലിയ മാരണം പോലെ ദാ അനീറ്റ മുന്നിൽ നിൽക്കുന്നു. അവളുടെ പുച്ഛഭാവം കണ്ടപ്പോൾ തന്നെ അവൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി. പവിത്രയുടെ കൂടെ പഠിക്കുന്നൊരു കൂട്ടുകാരിയുടെ ചേച്ചി,
ആ കുട്ടി പറഞ്ഞാണ് അനീറ്റ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഇവൾ ഇക്കാര്യങ്ങളെല്ലാം അറിയുന്നതെന്നും എന്നോട് പറഞ്ഞു. എല്ലാം കൂടിയായപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്നൊന്ന് പോയാൽ മതി എന്നായിരുന്നു ചിന്ത. ഈ നാട് തന്നെ എനിക്ക് ട്രോമയാണെന്ന് തോന്നിപ്പോയി. ഇനി ഒരിക്കലും ഈ നാട്ടിലേക്ക് വരരുതെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ തിരികെ പോയത്. പക്ഷേ പപ്പയുടെ ബിസിനസ്സും മറ്റു കാര്യങ്ങളുമെല്ലാം ഈ നാട്ടിലായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തിരികെ വരാതിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. കാരണം ഇവിടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. എങ്കിലും 1 വർഷത്തേക്ക് വിദേശത്തേക്ക് പോകുമ്പോൾ മനസ്സിന് കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടും എന്ന് കരുതിയാണ് പോകാൻ തീരുമാനിച്ചത്. അപ്പോഴും മുത്തശ്ശിയെ ഒറ്റയ്ക്ക് നിർത്തി പോകുന്നതിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ ഞാൻ സെർവൻറ്റിനെയൊക്കെ നിർത്തിയത്. അതിനു മുന്നേ വരെ മുത്തശ്ശി ഇവിടെ സെർവൻറ്റിനെ ഒന്നും നിർത്താൻ അനുവദിക്കുന്നില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും മുത്തശ്ശിക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യണമായിരുന്നു. അങ്ങനെ ഞാൻ പോകുന്ന ദിവസം വീണ്ടും അനീറ്റയും ചെറിയ മമ്മിയും കൂടെ ഇവിടെ വന്നിരുന്നു. ഞാൻ കരുതിയത് അവൾക്ക് എന്നോടുള്ള മനോഭാവമൊക്കെ മാറിക്കാണുമെന്നാണ്. പക്ഷേ അന്ന് ഇങ്ങോട്ട് വന്നിട്ട് അവൾ വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ആകെ ദേഷ്യമാണ് വന്നത്. എല്ലാവരോടും ഉണ്ടായിരുന്ന ദേഷ്യം ഞാൻ അവളോട് തീർക്കുന്നത് പോലെ അവളുടെ കരണം നോക്കി ഒരെണ്ണം കൊടുത്തു. വേണമെന്ന് വെച്ച് ചെയ്തതല്ല, പക്ഷേ അന്നേരത്തിന് ദേഷ്യത്തിന് പറ്റിപ്പോയതാണ്. എനിക്ക് അവളോട് അങ്ങനെയൊരു ഇഷ്ടമില്ല എന്ന് ഞാൻ പല ആവർത്തി അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ എല്ലാം കൂടി ആയപ്പോൾ അന്നേരത്തെ ദേഷ്യത്തിന് അങ്ങനെ അടിച്ചുപോയി. അന്നേരത്തെ ദേഷ്യത്തിന് എനിക്ക് അവളോട് ക്ഷമ ചോദിക്കാൻ തോന്നിയതുമില്ല. പിന്നീട് വിദേശത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. കുറേ നാൾ കാണാതെയൊക്കെ നിന്ന് കഴിയുമ്പോൾ അവളുടെ മനസ്സിൽ നിന്നും ഞാൻ പതിയെ പതിയെ പോകും എന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ ദാ പിന്നീട് ഫോണിലേക്ക് മെസ്സേജ് അയക്കുന്നത് പതിവായി. ഒടുക്കം ഞാൻ എൻ്റെ നമ്പർ തന്നെ മാറ്റി. അത് കഴിഞ്ഞ് ഏകദേശം 1.5 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ തിരികെ നാട്ടിൽ വരുന്നത്. അപ്പോഴേക്കും ഇവൾ പുറത്തേക്ക് പോകാൻ നിൽക്കുമായിരുന്നു. അതൊരു കണക്കിന് എനിക്ക് ആശ്വാസമായി. ഭാഗ്യത്തിന് നാട്ടിൽ വന്നപ്പോഴേക്കും ഇവൾ പുറത്തേക്ക് പോയതുകൊണ്ട് എനിക്കിവിടെ വന്നിട്ട് ഇവളെ കാണേണ്ട അവസ്ഥ വന്നില്ല. വിദേശത്തേക്ക് പോയി 2-3 വർഷം കഴിഞ്ഞിട്ടാണ് അവൾ പിന്നെ തിരികെ നാട്ടിലേക്ക് വന്നത്. അപ്പോഴേക്കും ചെറിയ മമ്മിയെയും അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള രീതിയിൽ അവൾ വിദേശത്ത് സെറ്റിലായിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ള കാര്യം കല്യാണമാണല്ലോ. നാട്ടിൽ നിന്ന് തന്നെയുള്ള ഒരാളെ വിവാഹം കഴിക്കണം എന്നായിരുന്നു ചെറിയ മമ്മിയുടെ ആഗ്രഹം. പക്ഷേ അവളുടെ ഉള്ളിൽ അപ്പോഴും ഞാൻ തന്നെയായിരുന്നു. എനിക്ക് അവളോട് അങ്ങനെയൊരു ഇഷ്ടമില്ലെന്നും ശരിക്കു പറഞ്ഞാൽ ഞങ്ങൾ സഹോദരന്മാരെ പോലെയാണ് എന്നുമൊക്കെ ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ എത്ര പറഞ്ഞു കൊടുത്തിട്ടും അവളുടെ തലയിലേക്ക് അതൊന്നും കയറുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ ഹിന്ദുക്കളുടെയൊക്കെ പോലെ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കിടയിൽ അങ്ങനെ മുറച്ചെറുക്കൻ മുറപ്പെണ്ണ് അങ്ങനത്തെ രീതിയിലുള്ള സമ്പ്രദായമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ തെറ്റാണെന്ന് ഞാൻ അവളെ വീണ്ടും വീണ്ടും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാനാണ് ശ്രമിച്ചത്. ചെറിയ മമ്മിയാണെങ്കിൽ ആ സമയം കൊണ്ട് ഏതോ ഒരു പണച്ചാക്കുമായിട്ട് അവളുടെ വിവാഹം തീരുമാനിക്കുകയും ചെയ്തു. ഞാൻ കരുതി അവൾ വീട്ടിൽ ഇക്കാര്യം പറയുമെന്ന്. പക്ഷെ അതുണ്ടായില്ല. എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്നും മാറി നിൽക്കണമെന്ന ചിന്തയായി. അങ്ങനെ ഞാൻ ബിസിനസ് ആവശ്യങ്ങൾക്കാണെന്ന് പറഞ്ഞ് കുറച്ചു നാൾ അമേരിക്കയിലേക്ക് പോയി. ആ സമയത്ത് ചെറിയ മമ്മി ഇവളുടെ കല്യാണം നിശ്ചയിക്കുകയും എത്രയും വേഗം തന്നെ അത് നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. എനിക്കാണെങ്കിൽ വരാൻ പറ്റുമായിരുന്നില്ല. തിരക്കാണെന്ന് പറഞ്ഞ് ഞാൻ വിവാഹത്തിനെത്തിയതുമില്ല. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.